ഫൈനലി നമ്മൾ മഞ്ചനമല ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ട് വണ്ടി നമ്മളതാ അവിടെ പാർക്ക് ചെയ്തു. നമ്മളിനി വന്നിട്ട് ഇതുവഴി അങ്ങ് നടന്നു പോകണം. ഇതുവഴി കുറച്ച് നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതായത് കണ്ടോ, ഒരു ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ട്, ഒരു കുഞ്ഞു ഫോട്ടോഗ്രാഫർ. നല്ല ഫോട്ടോ ആണോ? ഒരു കുഞ്ഞു ഫോട്ടോഗ്രാഫറാണ്. സ്വന്തമായിട്ട് ഫോട്ടോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പുതിയ ഫോട്ടോഗ്രാഫറാണ്, പുതിയ ഫോട്ടോഗ്രാഫർ. എന്തൊക്കെ ഫീച്ചർ ഉണ്ടെന്നൊക്കെ നോക്കുന്നതാണ് ക്യാമറക്കകത്ത്. അയ്യോ. അപ്പോൾ നമുക്ക് ഏതായാലും മുന്നോട്ട് തന്നെ പോകാം. അവിടെ രണ്ടെണ്ണങ്ങൾ അങ്ങ് പോയി. അവൻ ആ പുല്ലിൻ്റെ അകത്ത് കിടന്ന് കാട്ടുന്ന പരിപാടി നോക്കി. അവനെന്തൊക്കെ കാട്ടുന്ന നോക്കി. എടാ അവനെതേ നോക്കിയതേ വേറെ ഒരുത്തർ ഇവിടെ പൊട്ടോ. എടാ എടാ എന്താടാ എന്താ നിങ്ങളാണോ ഡാമിനൊക്കെ നോക്കി കിടത്തുന്ന ആൾക്കാരാണോ നിങ്ങള്? നല്ല പോസൊക്കെ തരുന്ന ആളാട്ടോ. ആ ഡാമിന്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ആണിത്. ഇതാണ് പുതിയ ആള്. മറ്റേ ആള് വരുന്ന ആ കിടന്ന് ഉരുണ്ടോണ്ടിരുന്ന ആള് ദേ വന്നോളൂ. എടാ 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 എന്നാ ഞങ്ങളെ ഗൈഡ് ചെയ്യാൻ വന്നാണോ? ആ ഞങ്ങളെ ഗൈഡ് ചെയ്തേക്കാന്ന് പറഞ്ഞ് ഇതേ വരുന്ന കേട്ടോ കാണുന്നത്. ഇതേ ഇവിടെ പാർക്കുട്ട സൈഡ് കൊടുക്കടാ. അവനങ്ങ് കയറിപ്പോയി. ഇവിടെയൊക്കെ ഇന്നാളെ തീ കത്തിയിട്ട് മൊത്തം ഇതായേക്കുന്നാന്ന് തോന്നുന്നു കേട്ടോ. മുഴുവൻ തീ കത്തിയിട്ട് പോയേക്കുന്നതാണ്. നോക്കി ആ സൺസെറ്റിന്റെ ആ ഒരു വ്യൂ കാണാൻ എന്ത് രസമാന്ന് നോക്കി. എന്ത് രസമല്ലേ. അപ്പം ദേ ആ കാണുന്ന കേട്ടോ ഡാം. അതിൻ്റെ തൊട്ട് പുറകിലാണ് വെള്ളം കാണാം. നല്ല പച്ച കളറിൽ വെള്ളം കാണാം. നമുക്കത് ഇതുവഴിയിലത്തെ ഈ വഴി കൂടെ കയറി പോകണം മുന്നോട്ട്. ഇത് കണ്ടോ, ഇതേ വേദൂട്ടൻ വരുന്ന നോക്കി. വേദൂട്ടാ, വേദൂട്ടൻ എന്നോട് വേദൂട്ടൻ നോക്കിച്ചിന്. എന്നെ നോക്കിച്ചിന്. ഇനി നമ്മൾ മേലോട്ട് കയറി പോവാം. എന്തായാലും പോട്ടെ. മൊത്തം പുല്ലൊക്കെ കത്തിക്കരിഞ്ഞു പോയിരിക്കുക. കയറിപ്പോയതിലേ കൂടെ ഒരു ഡാമിലോട്ട് കയറ്റി കൊടുത്തില്ല നമ്മളെങ്ങനെ. വേടാ പാർക്കും, ഞാൻ കയ്യെ പിടിക്കാം. ഇതുണ്ടോ മുഴുവൻ തീ. അടുത്ത ദിവസം കണ്ട് തീ പിടിച്ചാന്ന് തോന്നുന്നുണ്ടോ. സോ അപ്പോൾ ഇത് അടുത്ത നാട്ടിലെങ്ങാണ്ട് ഇവിടെ തീ പിടിച്ചാട്ടോ. ഇത് മുഴുവൻ കത്തി ഉണങ്ങി പോയിരിക്കും. തീയിട്ട് കത്തിച്ച് കളഞ്ഞാൽ കണ്ടാന്ന് തോന്നുന്നു. എന്താണെങ്കിലും ആ സൺസെറ്റ് കാണാനായിട്ട് നല്ല അടിപൊളി കേട്ടോ. സൺസെറ്റ് കാണാൻ നല്ല അടിപൊളി കേട്ടോ. അത് സൺസെറ്റ് കാണാനായിട്ട് നല്ല സൂപ്പർ അല്ലേ. പോ പോ പോ. അതെ, പണ്ടത്തെ പടക്കം. സൂക്ഷിച്ചു പോണേ, സൂക്ഷിച്ചു പോണേ. ഇത്രയും നടന്നത് ഡാം എൻ്റെ കാണുന്നത് തൊട്ട് പുറകെ കാണുന്നത്. ദാ കാണുന്ന കേട്ടോ ഡാം. അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ വന്നു. പക്ഷെ നമുക്ക് ഇതുവഴി കയറി ഇതിലേക്ക് കൂടെ ഇറങ്ങി പോകുന്നത് ഭയങ്കര റിസ്ക്കാണ്. നമ്മൾ ഈ പിള്ളേരെ കൊണ്ടൊക്കെ ഇറങ്ങി പോകാൻ വേണ്ടി. ഇനി നമ്മൾ നേരെ തിരിച്ച് വണ്ടി എടുത്തതെന്ന് വെച്ചാൽ ഇത് അപ്പുറത്തോ കൂടെ ഒരു വഴിയുണ്ട്. അതിലേക്കൂടെ അങ്ങ് അവിടം വരെ വരാനുള്ള സൗകര്യം കണ്ടെന്ന് തോന്നുന്നത്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊന്ന് പോയി നോക്കാം. കാരണം നമുക്ക് വന്ന വഴിക്ക് വണ്ടി എടുത്തിട്ട് തന്നെ നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. തിരിച്ച് ഇതേ വഴി കൂടെ തന്നെ നടക്കണം. എല്ലാവരും ഡാമിൻ്റെ അകത്ത് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഭയങ്കര ആശ ചോദിച്ച് പോയതാട്ടോ. പക്ഷെ നടന്നില്ല. നമ്മൾ നേരെ അപ്പുറം വണ്ടി എടുത്ത് താഴത്തോട്ടൊന്ന് പോകണം. അതിൻ്റെ തൊട്ട് മേലിലാണ് അതെ സൺസെറ്റ് പോയിന്റ് വരുന്നത്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സൺസെറ്റിൻ്റെ ഇത് കാണാം കേട്ടോ. അന്ത് അടിപൊളിയാണ്. അടിപൊളി ലുക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി ലുക്കാട്ടോ. സൂപ്പറല്ലേ കാണാൻ വേണ്ടി. എന്താണെങ്കിലും നമുക്ക് തിരിച്ചങ്ങ് പോകാം. അവരങ്ങ് പോകുന്നുണ്ട്. നമുക്ക് ചെന്ന് വണ്ടി എടുത്തിട്ട് താഴെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമുണ്ട്. അങ്ങോട്ട് നമുക്ക് പോകാം കേട്ടോ. ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം എന്തൊക്കെ നടക്കുന്നതെന്ന്.
വില്ലേജ് ആട്ടോ ഇവിടുത്തെ. BMTC ഒക്കെ വരുന്ന സ്ഥലം കേട്ടോ. എന്താണെങ്കിലും BMTC വന്ന് കിടക്കുന്നു. BMTC അല്ലേ ഇത്? അതെ, BMTC. ഇതോ കാണുന്നതാണ് നമ്മുടെ ഡാം വരുന്നത് കേട്ടോ. ആണ് മഞ്ചനബല ഡാം. ഇതുണ്ടോ? എല്ലാവർക്കും കാണാമെന്ന് വെച്ചാൽ താഴെ ചെന്ന് വെച്ചാൽ ശരിക്കും ക്ലിയർ ആയിട്ട് കാണിച്ചു കേട്ടോ. നമ്മൾ താഴെ ഇറങ്ങി വന്നു. താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാലം പണ്ടുണ്ടായിരുന്നു. പാലം മുഴുവൻ ഇടിച്ച് തകർത്തിട്ടേക്കാണ്. ഇതിലേക്കൂടെ അങ്ങോട്ട് ഇറങ്ങി പോകണമെങ്കിൽ ഭയങ്കര ചടങ്ങ് കേട്ടോ. അതാ വെള്ളം ഒഴുകി വരുന്നത്, നല്ല ഇതായിട്ട് ഒഴുകി വരുന്നുണ്ട്. പക്ഷേ ഈ പാലം അങ്ങനെ നേരെ കിടന്നിരുന്ന ആ മുഴുവൻ ഹിറ്റാച്ചി JCB അതൊന്ന് ഇടിച്ച് തകർത്ത് നശിപ്പിച്ചിട്ടേക്കാണ്. ആൾക്കാർ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പുറം സൈഡിൽ കൂടെ വേണം നമുക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. കുറച്ച് വെള്ളം ഒഴുകി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോകാൻ, അതിലേക്കൂടെ അപ്പുറത്തോടെ ഇറങ്ങി പോകാനൊക്കെ അപ്പുറത്തോടെ കുറേ നടന്നു പോകണം. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്താ വെച്ച് നോക്കിയിട്ട് തിരിച്ച് മേളിലോട്ട് തന്നെ കയറി പോവാണ്. മേളിലുള്ള ആ കുളത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ആ സൺസെറ്റ് പോയിന്റിലും കൂടെ ഒന്ന് പോയിട്ട് നമ്മൾ തിരിച്ച് കയറി പോവാണ്. ഇവിടെ വെള്ളത്തിൻ്റെ അകത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർക്കുട്ടി. വെള്ളത്തിൻ്റെ അകത്ത് ഇറങ്ങണോ പാറു? ആ വെള്ളം ഭയങ്കര ഡേർട്ടി അല്ലേ കിടക്കുന്നുണ്ടോ? അതിൻ്റെ അകത്തൊരു സാധനമൊക്കെ കിടക്കുന്നുണ്ടോ? ഡേർട്ടി വേട്ടോ. അതുണ്ടല്ലോ അതിൻ്റെ അകത്ത് കണ്ടോ, അവിടെ ഒരു സാധനം കിടന്ന് തുള്ളി തുള്ളി കളിക്കുന്നുണ്ടോ വെള്ളത്തിൻ്റെ അകത്ത്? അത് കടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. വേണോ? കടി വേണമെങ്കിൽ നമുക്ക് പോയിട്ട് വരാം. ഇതുകൊണ്ടോ വെള്ളത്തിന്റെ മേളിൽ കണ്ടോ കിടന്ന് തുള്ളുന്നുണ്ടോ? അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല. ഇവിടെ ഒരു കടയിൽ അപ്പം കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ നടക്കുന്ന ലേസ്, പഫ്കോൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. പാറുവിനപ്പം എന്തെങ്കിലും വേണേ? പാറുവിന് ഏതാ വേണ്ടേ? ഏതാ വേണ്ടേ? ഇത് മേടിച്ച പാർക്കുട്ടാ, പഫ്കോൺ മേടിച്ചോ? ഗ്രീൻ കളർ. ഇത് ആ ഗ്രീൻ കളർ ഇത് മേടിച്ചാ പോരെ? സൂപ്പറാ. അതുപോലെ എന്നാ ഇത് എടുക്കാം. എന്നാ ഇത് നമുക്ക് ഒരെണ്ണം എടുക്കാം. നില്ല. അങ്ങനെ വലിച്ചു കയറത്ത് പൊട്ടിപ്പോവും. പാറുവിന് അത് നമ്മൾ മേടിച്ചു കൊടുത്തു. നമ്മൾ ഇനിയപ്പോൾ ഇവിടുന്ന് പയ്യെ സ്ഥലം വിടുക. അപ്പറേ അത് പൊടിയുണ്ട് കവറയിൽ. ഞാൻ പിടിച്ചോളാം. നമ്മളിപ്പുറത്തെ വഴിക്കൂടെ ഏതായാലും വെള്ളത്തിൽ ചുമ്മാ ഒന്ന് ഇറങ്ങി വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിത് ഇറങ്ങി വന്നോണ്ടിരിക്കുക കേട്ടോ. സമയം ഇപ്പം എത്രയായി? സമയം എന്ത് 6:22 കേട്ടോ. 6:22. ലൈറ്റ് കുറവൊക്കെ ഉണ്ട് ഉള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട്. ഈ സൈഡിലോട്ട് കുറച്ച് കുഴപ്പമില്ല. പക്ഷെ നല്ല ഉളുമ്പ് പണമുണ്ട്. ഇതാ ഡാമിൻ്റെ മാത്രം ഒഴുകി വരുന്നത്. അങ്ങ് അവിടെ ആയിട്ടാണ് ഡാം ഒഴുകി വരുന്നത്. ഇത് കണ്ടോ, ആ കല്ലിൻ്റെ അവിടെ അതാണ് ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലുള്ള ഇത് കണ്ട്. ഞാൻ ഇതിൻ്റെ ഈ ഡാമിൽ വരുമ്പോൾ ഉള്ള ഒരു മിക്ക സ്ഥലത്തെയും ഫോട്ടോ കണ്ടേക്കുന്നതാണ്. അങ്ങനത്തെ കിടക്കുന്നത് അതിൻ്റെ അകത്ത് വെള്ളം ഒഴുകി വരുന്നതാണ് ആ ഫോട്ടോ കണ്ടേക്കുന്നത്. വെള്ളത്തിൻ്റെ അകത്ത് ഇറങ്ങണമെന്നും പറഞ്ഞ് പാറ് കിടന്ന് വെച്ച് പൊളിക്കുമായിരുന്നു. ഫൈനലി നമ്മൾ വെള്ളത്തിൻ്റെ അകത്ത് ഏതായാലും വന്നു. അപ്പറേ എന്നാ ഉണ്ട്? ഡാം കണ്ടോ? കണ്ടു, ദൂരെ നിന്നുണ്ട്. നമ്മുടെ വേദൂട്ട് ഡാം കണ്ടോ? വേദൂറ്റാ ഡാം കണ്ടോ? വേദൂറ്റാ ഡാം കണ്ടോ? തന്നിമറ്റം കഴിച്ചുവാണോ? തന്നിമറ്റം കഴിച്ചുവാണോടി? ഓ അപ്പടി അങ്ങ് സന്തോഷമായി പോട്ടോ ചോദിച്ചത്. വേദൂട്ടാ ഹായ് ഒക്കെ പറഞ്ഞ ഹായ്. കങ്കാരി നടക്കുന്ന പോലെ കേട്ടോ ചുറ്റി നടക്കുന്നത്. പാറു വെള്ളത്തിന്റെ അകത്ത് ഇറങ്ങാൻ മീൻ വേസ്റ്റ് ആണോ? നല്ല മീനിന്റെ മണം വരുന്നുണ്ട് എന്താണെങ്കിലും. ശരിയാ, സത്യം കേട്ടോ. ഇതെല്ലാം മീനിന്റെ വേസ്റ്റ് ആട്ടോ ഒഴുകി കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഈ കടക്കാരെ മേളിൽ ആ ഇത് മീനൊക്കെ ഇട്ടിട്ട് അത് ഇതിൻ്റെ അകത്ത് ഒഴുക്കി വിടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.
ആയിട്ട് അവിടെ ഒരു വെള്ള കളർ കാണുന്നുണ്ട്. അതാണ്ടോ വെള്ള കളർ കാണുന്നത്. അവിടെ ആയിട്ടാണ് നമ്മുടെ ഡാം വരുന്നത് കേട്ടോ. എത്രത്തോളം ഇതിനകത്ത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ അവിടോട്ടൊരു പാലം കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അപ്പുറത്തോട്ട് കയറി പോകുന്നുണ്ട്. അതിന്റെ അവിടെ ആയിട്ടൊരു അമ്പലമൊക്കെ ഉണ്ട്. അങ്ങോട്ട് കയറി പോകാൻ അതുവഴി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പാലം കണക്ട് ചെയ്തിരുന്നതാണ്. ഇത് മുഴുവൻ എന്താണെങ്കിലും ഇപ്പൊ തകർത്ത് നാനാശമാക്കിയിട്ടേക്കുവാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല, അങ്ങോട്ട് പോകണ്ടാത്തതുകൊണ്ടായിരിക്കാം. അപ്പൊ ആ വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ ഒത്തിരി ഒഴുകി ഇങ്ങനെ വരുന്നുണ്ട്. ചില സമയത്ത് നല്ല വെള്ളം വരുന്നുണ്ട്, ചില സമയത്ത് ഒട്ടും വെള്ളം കാണത്തില്ല കേട്ടോ. ഇപ്പം വെള്ളം കുറച്ച് കൂടുതലായിട്ടാണ് ഒഴുകി വരുന്നത്. ഇപ്പൊ എല്ലാ ഫോട്ടോയ്ക്കകത്തും കാര്യത്തിൻ്റെ അകത്തും എല്ലാം നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നതാണെന്ന് വെച്ചിട്ട് ഇവിടുന്ന് ഈ വെള്ളം ഒഴുകി വരുന്നതായിട്ടാട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാവരും മറ്റേ ഇതിന്റെ റിവ്യൂസിന്റെ അകത്തും കാര്യത്തിൻ്റെ അകത്താണെങ്കിൽ ഇട്ടേക്കുന്നത് ഈ വെള്ളം ഒഴുകി വരുന്നതിന്റെ ഒരു ഫോട്ടോ ആണ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പൊ ഏതായാലും നമ്മളിവിടെ വെള്ളത്തിൻ്റെ അകത്ത് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉളുമ്പണം ഉണ്ട് കേട്ടോ ഈ വെള്ളത്തിൻ്റെ അകത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഏതായാലും നമ്മളിപ്പോൾ ആദ്യം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകാമെന്നൊക്കെ വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ അവിടെ എന്ന് വെച്ചാൽ വെള്ളമൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോയേക്കാന്ന് വെച്ചായിരുന്നു. അപ്പോൾ അത് നമ്മൾ വണ്ടി എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാം പോയി. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്നോർത്ത് അപ്പം നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് പോകാമെന്നോർത്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് നല്ല ഉളുമ്പോണം വരുന്നത്. ഇവിടുത്തെ ഈ പാലം തകർത്ത് കളഞ്ഞിട്ട് ഇപ്പം ഇവിടെ ഉണ്ടായിരുന്ന ഈ പാലം തകർത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ അതിലെ കൂടെ വണ്ടിയൊക്കെ വരുന്നുണ്ടോ, അങ്ങ് അതിലെ കൂടെ വണ്ടി വരുന്നുണ്ടോ, അവിടെ ജസ്റ്റ് കുറേ പൈപ്പ് ഇട്ടിട്ട് ചാക്കൊക്കെ അടുക്കി അവിടെ ഒരു താൽക്കാലിക പാലം കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്താണെങ്കിലും ഇത്രയേ ഉള്ളൂ. നമ്മളെന്താണെങ്കിലും ഇനിയിപ്പോൾ ഇവിടെ തിരിച്ച് കയറി പോവുകയാണ്. വൈകുന്നേരം ആകാതായി, 6:45 ആവാറായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇങ്ങോട്ടപ്പം BMTC ബസ്സൊക്കെ ഒത്തിരി വരുന്നുണ്ട്. അപ്പം ഏതായാലും നമ്മൾ മഞ്ചനമല ഡാമിൽ വന്നിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ വണ്ടിയെടുത്ത് തിരിച്ചെത്തി. അപ്പോൾ അവരൊക്കെ വണ്ടിക്കകത്ത് കയറുന്നുണ്ട്, വേറെയും വണ്ടിക്കകത്ത് കയറുന്നുണ്ട്. അപ്പം ഇത്രയും ഉണ്ടായിരുന്നു നമ്മുടെ ഈ മഞ്ചനമല ഡാമിലേക്ക് വന്ന ഒരു ചെറിയ യാത്ര. ആക്ച്വലി നമ്മൾ ഡാമിൻ്റെ അകത്തോട്ടൊക്കെ ഇറങ്ങി പോകുന്നൊക്കെ ഓർത്തിട്ടാണ് വന്നത്. പക്ഷെ അങ്ങോട്ട് ഇറങ്ങി പോകാനൊരു വഴിയില്ല, കാരണം വഴിയെല്ലാം ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം പിന്നെ നമ്മൾ കുറച്ച് ലേറ്റുമായിട്ടാണ് വന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ട് ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ.